സിദ്ദിഖിനെതിരെയുള്ള ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുമൊത്ത് തെളിവെടുപ്പ് നടത്തി പോലീസ്. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. പരാതിക്കാരിക്കൊപ്പം ഹോട്ടലിലെത്തിയ സുഹൃത്തിന്റെ മൊഴിയും രേഖപ്പെടുത്തി. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, എങ്ങനെയാണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് മ്യൂസിയം പോലീസിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടന്നത്. മസ്കറ്റ് ഹോട്ടലിലെ 101D ഈ മുറിയിലായിരുന്നു തെളിവെടുപ്പ്. തെളിവെടുപ്പിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് പകർത്തിയിട്ടുമുണ്ട്. പരാതിക്കാരി കൃത്യമായി സിദ്ദിഖ് താമസിച്ചിരുന്ന മുറി കാണിച്ചു കൊടുത്തു. 101D എന്ന മുറിയിലേക്കാണ് താൻ എത്തിയത് എന്ന കാര്യം. അതോടൊപ്പം തന്നെ ഈ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ സിദ്ദിഖ് താമസിച്ചിരുന്നത് ആ മുറിയിലാണെന്ന് വ്യക്തമായിട്ടുണ്ട്. പരാതിക്കാരിക്ക് പുറമെ പരാതിക്കാരിയുടെ സുഹൃത്തിന്റെ മൊഴി കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്ത് അന്ന് പരാതിക്കാരിക്കൊപ്പം ഉണ്ടായിരുന്നു, പക്ഷേ ഹോട്ടൽ മുറിയിലേക്ക് ഒറ്റയ്ക്കാണ് പോയത്. സുഹൃത്ത് പുറത്തുണ്ടായിരുന്നു. ആ സുഹൃത്തിന്റെ മൊഴി കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിദ്ദിഖിന്റെ അഭിഭാഷകനാകട്ടെ വഞ്ചൂർ കോടതിയിൽ ഇതിനകം തന്നെ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ രഹസ്യമൊഴിയുടെയും അതോടൊപ്പം തന്നെ FIRന്റെയും വിശദാംശങ്ങൾ തേടി നേരത്തെ അപേക്ഷ നൽകിയിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ്. ഇതിൽ ബലാത്സംഗ കുറ്റമാണ് സിദ്ദിഖിനെതിരെ ചുമത്തിയിട്ടുള്ളത്. അതിക്രൂരമായി ഹോട്ടൽ മുറിയിൽ മർദ്ദിക്കുകയും അതിനുശേഷം തന്നെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തുവെന്നാണ് നടിയുടെ പരാതിയിൽ പറയുന്നത്. നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ള പരാതിയാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ ആരോപണം ഉന്നയിക്കുകയായിരുന്നു. 2016 ജനുവരിയിലാണ് ഈ സിദ്ദിഖ് ഈ റൂമിൽ താമസിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ, അന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ രഹസ്യമൊഴിയായും ഇപ്പോൾ തെളിവെടുപ്പ് സമയത്തും പോലീസിനോട് പരാതിക്കാരി വിശദീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും. വി വിനോദാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.